ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അൽഹാൻ ഡോക്സിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളതേ ഒരു കുഞ്ഞു വ്ളോഗായിട്ടാണ് കേട്ടോ. നമ്മളെ വീട്ടിലെ ചെറിയ ചെറിയ വിശേഷങ്ങൾ എല്ലാവർക്കും ഒന്ന് കാണിച്ചു തരാൻ വിചാരിച്ചിട്ട് അങ്ങനെ വന്നതാണ്. അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് വ്ളോഗ് എടുക്കാമെന്ന് ഞാൻ ഒറ്റക്കാണ് കേട്ടോ. ഇന്ന് രാവിലെ തന്നെ പണിക്ക് പോയതുകൊണ്ട്, പിന്നെ മോനിന്ന് അംഗനവാടിയില്ല, 2ാം ശനി ആയതുകൊണ്ട്. അപ്പം നമുക്ക് വ്ളോഗിലേക്ക് പോകാം. അങ്ങനെ വേസ്റ്റ് കളയാൻ വേണ്ടി ഞാൻ പുറത്തിറങ്ങിയതാണ് ഗൈസ്. അപ്പോഴാണ് കാണുന്നത് പെരും കാറ്റ്. ഇന്ന് രാവിലെ മുതലേ ഇവിടെ കാറ്റ് കേട്ടോ, നല്ല കാറ്റെടുക്കുകയാണ്. രാവിലെയൊക്കെ ചാറ്റൽ മഴയൊക്കെ ഉണ്ടേനി. ഇപ്പം മഴയൊക്കെ പോയി, സൂര്യനൊക്കെ വന്ന്, പക്ഷേ നല്ല കാറ്റ് കേട്ടോ. ഉണ്ടോ എമ്മായിരിക്കത്തെ കാറ്റുന്നാ. ഇവിടെ ഞങ്ങൾ വന്നാലും ആദ്യമായിട്ട് അങ്ങനത്തെ ഒരു കാറ്റൊക്കെ അവിടെ അടിച്ചു. ഞാൻ ഇപ്പോൾ അവിടെ കുറച്ച് നേരം നിന്ന്, കുറച്ച് കാറ്റുള്ളാലോ. നല്ല കാറ്റുണ്ട്, കണ്ടില്ലേ? നല്ല കാറ്റാണ്. അതാ കുരങ്ങന്മാരൊന്നും വന്നിട്ടില്ലെന്ന് ഈ വൈക്ക് മഴയും കാറ്റൊക്കെ ആയതുകൊണ്ട്, അല്ലെങ്കിൽ ഓലൊക്കെ ഈ ടൈമിൽ ഇവിടെ ഉണ്ടാകേണ്ടതാ. അങ്ങനെ കാറ്റൊക്കെ കൊണ്ട് തണുത്തുങ്ങാണ്ട് ഉള്ളിൽ കയറിയപ്പോഴാണ് ചോറിന് വെള്ളം വെച്ചിരുന്നല്ലോ എന്നുള്ളത് ഓർമ്മ വന്നത്. അങ്ങനെ അരിയൊക്കെ ആദ്യം കേക്ക് സെറ്റാക്കി വെച്ചതാട്ടോ. അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. പുറത്ത് കുക്കറിൽ മമ്പയറും വെച്ചിനി. അപ്പോൾ ആ വെള്ളം തിളച്ചിക്ക് എന്താക്കി കേക്ക് ചരി എടുത്തിട്ടു. അങ്ങനെ ആ പരിപാടി വേഗം കഴിച്ച്. ഈ കാണുന്നത് നമ്മളെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും ചായയാണ് കേട്ടോ. ഇനി ഈ പെണ്ണിനത്തെ പിരാന്തായ റബ്ബെ വിചാരിച്ചാൽ നിൽക്കണ്ട. ഇതെന്താ വെച്ചാൽ ഇവിടെ എറുമ്പുകളെ കൊണ്ടൊരു കളിയാണ്. മേശമേലൊരു സാധനം വെക്കാൻ പറ്റില്ല. അപ്പോൾ എറുമ്പുകളെ പറ്റിച്ചാൻ വേണ്ടിയിട്ട് ആക്കി വെച്ചതാണ്, വെള്ളത്തിൽ കയറ്റി വെച്ചാൽ. പിന്നെ എറുമ്പുകൾ അതിൽ വീകുമല്ലോ. എങ്ങനെയുണ്ട് ഐഡിയ? അപ്പോൾ നമുക്കിന്ന് ദോശയും ചമ്മന്തിയാണ് കേട്ടോ കൂട്ടാനും. ഈ ചമ്മന്തി ദോശയ്ക്ക് നല്ല ഒരു കോമ്പിനേഷനാണ്. അങ്ങനെ ഇപ്പോൾ ആസിക്കുട്ടി ഇത്രയായിട്ട് നീച്ചിട്ടില്ലല്ലോ എന്ന് വെച്ച് ഞാൻ പോയി നോക്കുമ്പോൾ ഒരാൾ നീച്ച് കുത്തിയിരിക്കുകയാണ് അവിടെ. എന്നാണെങ്കിൽ നല്ല തണുപ്പ് കിട്ടോ, പുറത്ത് കാറ്റും ഇതൊക്കെ ആയിട്ട്. അപ്പോൾ ഒന്നും കൂടി അത് മൂടി പൊച്ചിങ്ങാണ്ട് പിന്നെയും കിടക്കാൻ നോക്കണം. അപ്പം ഞാൻ വിളിച്ചു, നേരം എടുത്തെങ്കിലും തിന്നണ്ടേ, അത് കരുതിയിട്ട് വിളിച്ച്. അപ്പം ഒന്നും കൂടി ഉസാറായി കിടക്കുക. അങ്ങനെ അവസാനം അങ്ങനെ മനസ്സോടൊക്കെ നീച്ച് വന്നങ്ങാണ്ട് പല്ലേക്കും കാട്ടൊക്കെ ചെയ്യാട്ടോ. അമ്മയുടെ കാര്യമൊക്കെ അതിന് ഒറ്റയ്ക്ക് ചെയ്തോളും, അതൊരു ഇതുള്ളത്. അങ്ങനെ പല്ലൊക്കെ നല്ല ഉസാറായി തേക്കുന്നുണ്ട്. പിന്നെ അംഗനവാടി ഇല്ലാത്തതിൻ്റെ സന്തോഷം അതും ഉണ്ട് കേട്ടോ. എന്തായാലും വേഗം പല്ലൊക്കെ. അപ്പോൾ ഞങ്ങൾ രണ്ടാളും കൂടിയും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഇരുന്നു കേട്ടോ. അതിന് അപ്പമൊക്കെ ആണെങ്കിൽ നമ്മൾ പിച്ചിട്ട് കൊടുത്താൽ ആസിക്കുട്ടി ഒറ്റക്ക് തിന്നും. ഈ കറിയും കാര്യമൊന്നും കൂട്ടണത് ഇഷ്ടമല്ല കേട്ടോ. അതിക്ക് അതിൽ ഹോർലിക്സിലോ ചായയിലോ പാലിലോ ഒക്കെ മുക്കി തിന്നാനാണ് ഇഷ്ടം. കറി കൂട്ടി തിന്നണത് ഇഷ്ടമല്ല രാവിലക്കത്തേന്. രാത്രിക്കും ഉച്ചക്കൊക്കെ ആണെങ്കിൽ കറി നിർബന്ധമാണ്. അങ്ങനെയാണ്. അങ്ങനെ ആസിക്കുട്ടിക്ക് ഇട്ടുകൊടുത്തു, ഞാനും ഇട്ടു. അങ്ങനെയൊക്കെ തിന്നേയും. ഈ ദോശയ്ക്ക് ഈ തക്കാളിൻ്റെ ചട്നി ഭയങ്കര ഒരു കോമ്പിനേഷനാണ് കേട്ടോ. നല്ല രസമാണ് അതിക്ക് കൂട്ടി തിന്നാൻ. ഇത് മറ്റേ തേങ്ങയും ചെറിയുള്ളി ഇട്ടുങ്ങാണ്ട് ഒന്ന് വാട്ടിയിട്ട് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് അതൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കുക. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ നല്ല രസമാണ് അത് അതിക്ക് കൂട്ടി തിന്നാനും. അപ്പോൾ എനിക്കും ഇക്കാക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ആദ്യമോനെ തിന്നും, രാത്രിയാണെങ്കിൽ നല്ലോണം തിന്നും. അല്ലെങ്കിൽ കറി തന്നെ തീരെ വേണ്ട. ബ്രേക്ക്ഫാസ്റ്റിന് കറി എന്ന സംഭവം അതിന് വേണ്ടിയല്ല, പാലിലും ഇതിലൊക്കെ മുക്കി തിന്നണം. ഇത് ദീക്ക് നല്ല രസമാണ്. അതന്നെ. അപ്പോൾ ഞങ്ങൾ ദോശയൊക്കെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതേകാരം ദീക്ക് ഉണ്ടാക്കുക. ഈ ദോശ അതേമാതിരിക്ക് വേറെ ഇതൊക്കെ ഉണ്ടാക്കുമല്ലോ, അപ്പങ്ങളൊക്കെ, അതിക്കൊക്കെ ഇത് നല്ല രസമാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ തകൃതിയിൽ ഇങ്ങനെ നടന്നു പോകുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഇന്നിങ്ങനെ കുയിന്ത് കാട്ടുന്നുണ്ട്. കാർട്ടൂൺ ഇട്ട് കൊടുക്കാൻ പറഞ്ഞങ്ങാണ്ട് ഇട്ടുകൊടുത്തിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ കുയിന്തും ഇവിടെ കാട്ടുന്നുണ്ട് കേട്ടോ. തിന്നാൻ പറയുന്നതിലൊക്കെ ഒരു മടി, അതാണ് കാണുന്നത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ തിന്ന് അപ്പോഴാണ് ചായ നല്ല ചൂടാണ്, അത് ഒഴിച്ചേക്കാൻ മറന്ന്. അപ്പോൾ പിന്നെ അത് ഒഴിച്ച് അങ്ങനെ പുറത്ത് നല്ല തണുപ്പാകുമ്പോഴേ ഉള്ളിൽ നിന്ന് ഇവിടുന്ന് ചൂട് കുടിച്ചുമ്പോൾ ഭയങ്കര ഒരു സുഖം. അങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ തിന്ന് കഴിയാനൊക്കെ ആയി. അപ്പുറത്ത് ചോറും മമ്പയർ. അങ്ങനെ ഞാൻ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ആസിമോൻ ഇപ്പോഴും ഇങ്ങനെ തിന്നുകൊണ്ടിരിക്കുക കേട്ടോ. മെല്ലെ അങ്ങനെ കഴിക്കുള്ളൂ. അപ്പം പിന്നെ തിരുമ്പാനുള്ളതൊക്കെ എടുത്തു കൊടുന്നു, എല്ലാം കൂടി ഒരു ഭാഗത്തേക്കാണ് കൂട്ടിയിട്ടു.
ഇത് അവിടെയും ഇവിടെയൊക്കെ ഇങ്ങനെ കഴിച്ചിടും. ആദ്യമൊക്കെ അവിടെയും ഇവിടെ ഇങ്ങനെ വലിച്ചുകൊണ്ടേ ഇടുകയായിരുന്നു. എന്നിട്ട് അത് തിരഞ്ഞ് ഞാൻ നടക്കണം. അങ്ങനെ എല്ലാം കൂടി ഒരു കൊട്ടിയൊക്കെ ഇട്ട് അത് സെറ്റാക്കി കണ്ട് ഇനിയിപ്പോൾ ഇത് തിരുമ്പണമെന്നുണ്ടെങ്കിൽ മേലേക്ക് പോകണം. എന്താ വെച്ചാൽ ഇവിടെ താഴത്തെ ബാത്റൂമിൽ ഇത് ഇട്ടേക്കാൻ കൊള്ളൂല വാഷിംഗ് മെഷീന്. അപ്പോൾ പിന്നെ പുറത്തു വിടാൻ പറ്റില്ല, കുരങ്ങന്മാരും നായ്ക്കളൊക്കെ പാട്സാക്കും. പിന്നെ മേലേക്ക് പോകണം. തിരുമ്പാൻ പോക്ക് പറഞ്ഞൊരു കുഴക്കാണ്. ഇപ്പം മേലേക്ക് ഇങ്ങനെ കയറി പോകണോണ്ട് അങ്ങനെ അപ്പം അതിൻ്റെ ഒപ്പം നിൽക്കണം തിരുമ്പണമെങ്കിൽ. അങ്ങനെ ഡ്രസ്സുകളൊക്കെ കൊണ്ട് നമ്മൾ മേലെത്തി. വാഷിംഗ് മെഷീൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്തി കളിച്ചല്ല പണി. തിരുമ്പാൻ നേരത്ത് അങ്ങോട്ടും ഉന്തും, തിരുമ്പി കഴിഞ്ഞാൽ അവിടെ നിന്ന് ഇങ്ങോട്ടും ഉന്തും. അല്ലാതെ ഒരാൾക്ക് പിന്നെ അങ്ങോട്ട് കയറാൻ കഴിയില്ലല്ലോ. അപ്പോൾ ഇത് അങ്ങോട്ടും ഉന്തും അത് തന്നെ ഒരു പരിപാടി. അപ്പോൾ തിരുമ്പുമ്പോൾ അങ്ങനെ ഡ്രസ്സൊക്കെ എടുത്തുങ്ങാണ്ട് അതിലേക്ക് ഇടാം. അപ്പോൾ അതിൻ്റെ മുമ്പ് അതിനെ അങ്ങോട്ട് ഉന്തി വെക്കണമല്ലോ. അങ്ങനെ നമ്മൾ അങ്ങോട്ട് ഉന്താൻ തുടങ്ങി. പിന്നെ അത് കഴിഞ്ഞിട്ട് പൈപ്പ് അതിന്മേൽ കുത്തലാണ്. അവിടെ പൈപ്പുണ്ട്. എന്നിട്ട് മറ്റേ വേസ്റ്റ് പോണ പൈപ്പും അതിൽ അങ്ങോട്ട് ഇട്ടേക്കും. എന്നിട്ട് കഴിഞ്ഞിട്ട് ബാത്റൂം ഉരക്കലാട്ടോ, അല്ലെങ്കിൽ ആകെ കൊയ്പ്പേകാരല്ലോ. മേലത്തെ റൂമിലാണെങ്കിൽ ആകെ ഒരു പ്ലഗ് ആട്ടുള്ളത്. അവിടെ തന്നെയാണ് അയൺ ചെയ്യാനുള്ള ടേബിളും വെച്ചത്. അപ്പോൾ ഇത്തിരി ഇടുമ്പോൾ എന്താക്കും, അത് അതിന്മേൽ കുത്തി വെക്കും. അത് കഴിഞ്ഞാൽ മറ്റേതും കുത്തും. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കളിച്ചല്ല. അങ്ങനെ ഇവിടുന്ന് പുറത്തേക്ക് നല്ല രസമായിട്ട് കാണാൻ. ഞാൻ കാണിച്ചു തരാം. ഇത് ബാൽക്കണിക്കുള്ള വാതിലാണ്. ഇവിടുന്ന് ഭയങ്കര വൈബാണ്. രാവിലെയൊക്കെ വന്നാൽ നല്ല രസം. ഇവിടെ ഞങ്ങൾ രാത്രിയൊക്കെ ഇരിക്കാനായിട്ട് ഈ കസാലയൊക്കെ കൊണ്ടുവച്ചത്. ഇവിടുന്ന് നോക്കിയതാ തലക്കലില്ലേ, അതിലങ്ങോട്ട് സൂര്യനൊക്കെ ഉദിച്ച് വരണമൊക്കെ കാണാം രാവിലെ ആ മലൻ്റെ അവിടുന്ന്. പിന്നെ ഇവിടെയൊക്കെ ഫുള്ള് കാടാട്ടോ ബാക്ക്. ഇവിടെ ഞങ്ങൾ ഓണർ പൂള നട്ടതാണ് കാണുന്നത്. പിന്നെ അതാ അവിടെ കണ്ട, അവിടെ നിന്നാണ് ഈ കുരങ്ങന്മാർ വരില്ല, ആ റബ്ബർ കാട്ടിൽ നിന്ന്. അവിടെ നിന്ന് ഇങ്ങോട്ട് ഇങ്ങനെ വരും. രാവിലെയും വൈകുന്നേരമൊക്കെ ഉണ്ടാവും. നല്ലൊരു വൈബാണ് ഇവിടെ. രാവിലെ നല്ല തണുപ്പേ കയറും, കോടയൊക്കെ ഇങ്ങനെ മൂടി കിടക്കും. അങ്ങനെ ഞാൻ തിരുമ്പാളൊക്കെ ഇട്ടൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും ഇവിടെ നമ്മൾ ആജിക്കുട്ടി തുടച്ച് വെയ്ക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊക്കെ ഫുള്ള് തിന്ന് നല്ല കുട്ടിയായി കണ്ട് ചായയൊക്കെ കുടിക്കുകയാണ് കേട്ടോ. ഇനി ഇത് കഴിഞ്ഞ് അടുത്ത പരിപാടി കുളിപ്പിക്കലാണ്. അങ്ങനെ നമ്മളെ ചോറും കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. പുറത്താണെങ്കിൽ ഒരു മഴ ചീച്ചിൽ പിടിച്ചുകൊണ്ടൊരു മഴ. ഇതാണ് പെയ്യണമില്ല എന്നോട്ട് നിൽക്കണമില്ല, ഇങ്ങനെ ചാറിങ്ങോണ്ട്. എന്താണ് അപ്പോൾ 2 ദിവസമായിട്ട് ഇവിടെ മഴയും കാറ്റൊക്കെ. ഇന്നിപ്പോൾ ആസിക്കുട്ടി ഉള്ളതുകൊണ്ട് എന്താ ഉച്ചയ്ക്ക് കൂട്ടാൻ കൊടുക്കുക വിചാരിച്ച് ഫ്രിഡ്ജ് തുറന്ന് നോക്കിയപ്പം അതിന് മുട്ട ഉണ്ട്. എന്നാൽ പിന്നെ മുട്ട എടുത്ത് പൊരിച്ച് കൊടുക്കുക വിചാരിച്ചാൽ അതും എടുത്തിങ്ങാണ്ട് പോകും. അംഗനവാടി ഇല്ലെങ്കിൽ ഇവിടെയുള്ള അവസ്ഥ ഞാൻ കാണിച്ചത് കേട്ടോ. ഞാൻ എത്ര അടിച്ചേരി തുടച്ചിട്ട സ്ഥലം അറിയാം കേട്ടോ. എനിക്ക് ഈ ആദ്യമോ കാട്ടി വെച്ചതാണ്. കുളിച്ച് ഡ്രസ്സൊക്കെ മാറ്റി അല്ല കുട്ടപ്പനെ ഇരിക്കല്ലേ ആദ്യ. ആദ്യം ഇങ്ങോട്ട് വന്നാണ് ഇരി. നിങ്ങൾ അംഗനവാടിയിൽ എങ്ങനെയാ പ്രാർത്ഥന അല്ലല്ലേ? തമ്പുരാനെ ഈശ്വര ശക്തിയകം പാനമരങ്ങൾ ഇറങ്ങിയോരൻ നാരായണീരങ്ങ് ബൊട്ടേന്നു. ടീച്ചർ പറഞ്ഞതിന് ആദ്യമോനാണ് അംഗനവാടിയിൽ പ്രാർത്ഥനയൊക്കെ ചെല്ലല് എന്നൊക്കെ. പിന്നെ ഇവിടെ 2ാം ശനിയായിട്ട് എനിക്ക് കൂട്ടിനൊരാൾ ഇവിടെ നിൽക്കണത് കണ്ടോ. എന്തൊക്കെ ആദ്യം നിങ്ങളെ വിശേഷം പറഞ്ഞു കൊടുക്കി. എന്താ നിങ്ങളെ വിശേഷം? നല്ല വിശേഷം. നല്ല വിശേഷം. എന്താ നിങ്ങൾ അംഗനവാടി പോയിട്ട് കാട്ടല്? നിങ്ങൾ കുട്ടികളെ കാട്ടലുണ്ടോ? ടീച്ചർ പറഞ്ഞല്ലോ നിങ്ങൾ കുട്ടികളൊക്കെ കാട്ടുകയാണ് നോക്ക. വെറുതെ ടീച്ചർ വെറുതെ പറഞ്ഞല്ലേ? നിങ്ങൾ കാട്ടിലൊന്നുമില്ല, നല്ല കുട്ടിയാ. അപ്പൊ ഇതൊക്കെയാണ് കേട്ടോ ഞങ്ങൾ ഇന്നത്തെ വിശേഷങ്ങൾ പറയുന്നത്. അപ്പൊ എന്താ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.